പി സി ജോർജിന് മാത്രമേ വിലക്കാകൂ അല്ലേ, മറ്റുള്ളവർക്ക് എന്തും ആകാം എന്നാണ് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്നത്. അതാണല്ലോ മഞ്ജുള മനോഹരമായിട്ടുള്ള മതേതരത്വം എന്ന് പറയുന്നത്. അതാണെന്നാണല്ലോ നമ്മൾ ധരിച്ച് വശായിരിക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ നോമ്പുതുറകളിലും എല്ലാം അവരുടെ ചടങ്ങുകളിലും സജീവമായി പങ്കെടുത്ത് അവരിൽ ഒരാളായിട്ട് ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒത്താശകളും അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഒരാൾ ആണ് പി സി ജോർജ്. പി സി ജോർജിനെ അറിയാത്തവർ മാത്രമേ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് പറയൂ. അദ്ദേഹത്തിനെ സ്റ്റുഡിയോയ്ക്കകത്തിട്ട് മോഡറേറ്ററുടെ അധ്യക്ഷതയിൽ വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്നുള്ള വികാരത്തിന്, ലൈവായിട്ടുള്ള ഷോ ആയിരുന്നു, ആലോചിച്ച് ആസൂത്രണം ചെയ്തല്ല, ഇങ്ങനെ വിളിച്ച ആളിനോട് നിങ്ങളൊക്കെ പാകിസ്ഥാനിലോട്ട് അങ്ങ് പൊയ്ക്കോ എന്നൊന്ന് പറഞ്ഞു. എന്തൊരു സ്ഫോടനമായിരുന്നു കേരളത്തിൽ! എന്തൊരു വലിയ ജ്വാലാമുഖികളാണ് സൃഷ്ടിക്കപ്പെട്ടത്! അഗ്നിപർവ്വതം പൊട്ടി ലാവ ഉരുകി ഒലിക്കുന്നവരല്ലായിരുന്നു മാധ്യമങ്ങളും രാഷ്ട്രീയ കാലാവസ്ഥയും എല്ലാം കൂടെ ചേർന്ന്. ആ പാവപ്പെട്ട മനുഷ്യനെ ഇട്ട് വേട്ടയാടി ജാമ്യം പോലും നിഷേധിച്ച് ഹൃദയം ദുർബലമായിരിക്കുന്ന ആ മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ECG പോലും സ്റ്റേബിളായിരുന്നില്ല, ആ അവസ്ഥയിൽ തന്നെ റിമാൻഡ് ചെയ്ത് ജാമ്യം കൊടുക്കാതെ എന്തോ തീവ്രവാദികളെ പോലെ അദ്ദേഹത്തിനെ വേട്ടയാടി. രായ്ക്ക് രാമാനം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തിന് സമ്മർദ്ദം. ഒരിക്കൽ MLA ആയിരുന്ന വെറും രാഷ്ട്രീയക്കാരനായ ഒരാൾ. അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ പീഡിപ്പിച്ച് നമ്മൾ മതേതരത്വത്തിൻ്റെ മഹാമണിയുടെ മുഴക്കം നമ്മൾ കേൾപ്പിച്ചു. നമ്മുടെ ഹൈക്കോടതി വരെ കേസ് പോയുള്ളൂ, സുപ്രീം കോടതിയിലൊന്നും പോയില്ല. ജാർഖണ്ഡിൽ അതേസമയം, ജാർഖണ്ഡ് എന്ന് പറയുന്ന നഗരത്തിൽ അവിടെ ഈ വിവരാവകാശത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഒരു സബ് ഡിവിഷണൽ ക്ലാർക്ക്, ആ ക്ലാർക്ക് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. തന്നെ അവിടുത്തെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഹരിനന്ദൻ സിംഗ് എന്നാണ്, ഹരിനന്ദൻ സിംഗ് പാകിസ്ഥാനി എന്ന് വിളിച്ചു. ഓഫീസിൽ എന്തോ ആവശ്യത്തിന് ചെന്നു, ചെന്നപ്പോൾ സാധിച്ചു കൊടുത്തു കാണില്ല. അതിൻ്റെ പേരിൽ ദേഷ്യത്തിനയാൾ പാകിസ്ഥാനി, വേറെ ഒരു തെറിയും വിളിച്ചില്ല, പാകിസ്ഥാനി എന്നുള്ള ഒരു തെറിയായിട്ട് അയാൾ കണ്ടു, പാകിസ്ഥാനി എന്ന് വിളിച്ചു. എന്ന് മാത്രമല്ല അവിടുത്തെ ഭാഷയിൽ മിയാൻ ടിയാൻ എന്നും വിളിച്ചത്. മിയാൻ ടിയാൻ ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. നമ്മളിവിടെ മധ്യ തിരുവിതാംകൂർ ക്രിസ്ത്യാനികളെ മാപ്പിള എന്ന് വിളിക്കും. നമ്മളങ്ങനെ പറഞ്ഞു, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നാണ് പേര്, അതെ ഇല്ലേ? അത് ബഹുമാനമാണത്. അതുപോലെ പിന്നെ മലബാറിൽ ചെന്ന് കഴിഞ്ഞാൽ മാപ്പിള എന്നുള്ള വാക്ക്, മാപ്പിള ലഹള ചരിത്രത്തിലെ വാക്കാണ്, നമ്മളാരുടെ പേരല്ല, എന്ന് വിളിക്കുന്ന പാട്ടുകൾ മിയാൻ ടിയാൻ എന്ന് പറയുന്നത്, മിയാൻ ടിയാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു. സുപ്രീം കോടതി അത് കൂലങ്കഷമായിട്ട് പരിശോധിച്ചു. ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാറുണ്ട്. മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്, മതേതരത്വം, ഭരണഘടനയോട് ഉറപ്പ് നൽകിയിരിക്കുന്നു. അവർ നോക്കിയിട്ട് എന്താ പറഞ്ഞതെന്നറിയാം. അതാണ് നമ്മൾ പി സി ജോർജിൻ്റെ കേസിൽ ഇടപെട്ട ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് കേസ് കൊടുത്ത് അങ്ങ് ഹൈക്കോടതി വരെ പോയിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പാക്കിയ മുസ്ലിം ലീഗ് നേതാവ്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വളരെ പലരും ശക്തമായിട്ട് ധനവും ദ്രവ്യവും ഒക്കെ കൊടുത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യനെ ഇങ്ങനെ ജയിലിനകത്ത് പിടിച്ചിട്ട് അവനൊന്ന് അനുഭവിക്കുന്നത് കാണണം എന്ന് തീരുമാനിച്ചു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. അത്ര ക്രൂരതയോടുകൂടി. അല്ലെങ്കിൽ ഇപ്പോഴും ഈ നോമ്പുറയുടെ സമയത്തും റമസാൻ്റെ സമയത്തും ഒക്കെ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതാണ്. ജയിലിൽ കിടക്കേണ്ടി വന്നില്ല, പിന്നീട് ജാമ്യം അനുവദിക്കപ്പെട്ടതുകൊണ്ട്. കാരണം ജാമ്യം അനുവദിച്ചേ മതിയാവൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വ്രണപ്പെടുത്തുന്ന ഒരു വാക്കല്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ചുകൊണ്ട് പോയി സ്ഥാപിച്ച ഒരു രാജ്യമാണ്. അതെങ്ങനെയൊരു അങ്ങനെ നമ്മുടെ ശത്രു രാജ്യമാണെങ്കിൽ അങ്ങോട്ട് പോവുക, അമേരിക്കയ്ക്ക് പോവുക, അല്ലെങ്കിൽ നീ നാളെ ബംഗ്ലാദേശിലേക്ക് പോവുക, ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു തെറ്റായിട്ട് തീരുക? അതേസമയം നീ ഒരു വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ അതൊരു അപമാനമാണ്. അതാണ് പി സി ജോർജ് അഭിമുഖീകരിച്ചത്. മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞു താനൊരു വർഗീയവാദിയാണ്, ഒരു രാഷ്ട്രീയ നേതാവിനെ വർഗീയവാദിയാണെന്ന് വായിച്ചു. അതൊരു
ക്യാരക്ടർ അസാസിനേഷൻ തന്നെയാണ്. പാകിസ്ഥാനിൽ പോകുമെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നീ സൗദി അറേബ്യയിൽ പോയെന്നോ അല്ലെങ്കിൽ മൗറീഷ്യസിൽ പോയെന്നോ പറയുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള വർഗീയ വിഷവും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ കോടതികളുടെ എല്ലാം കോടതിയായിട്ടുള്ള എപ്പെക്സ് കോർട്ടായിട്ടുള്ള സുപ്രീം കോടതി വിധിച്ചത്. ഹരിനന്ദൻ സിംഗിന് ഒരു റിമാൻഡുമില്ല, ഒരു കേസുമില്ല, അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. അപ്പോൾ സുപ്രീം കോടതിയിലിരിക്കുന്നവരെ വർഗീയവാദികളൊന്നും അല്ലല്ലോ. ഇതാണ് ശരിയായിട്ടുള്ള നടപടിക്രമം. കാരണം പാകിസ്ഥാനിലോട്ട് പോകാൻ പാർലമെൻറ്റിനകത്ത് തന്നെ ബഹളം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പാകിസ്ഥാനിലോട്ട് പോകും. കാരണം ആ രാഷ്ട്രത്തെ അത്രയും അനുകൂലിച്ച് പറയുന്നൊരു വാക്കാണത്. കാരണം നമുക്ക് ഒരുപാട് വേദന ഉളവാക്കുന്ന കാര്യമാണ്. അവർ രാഷ്ട്ര സ്ഥാപനത്തിന് അവർ സ്വീകരിച്ച നടപടി നമ്മുടെ ചോരയ്ക്ക് മുകളിലൂടെ, ശവങ്ങളുടെ മുകളിലൂടെയാണ് ആ രാഷ്ട്രം സ്ഥാപിതമായിട്ടുള്ളത്. അതുകൊണ്ട് വലിയൊരു വികാരമാണ്. പക്ഷേ അതൊരു രാഷ്ട്രമാണ്, പാകിസ്ഥാനിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോശമായിട്ടുള്ള വാക്കായിട്ട് തീരുന്നില്ല, ഒരു അപമാനമായിട്ട് തീരുന്നില്ല. അതിനകത്ത് വർഗീയതയും ഇല്ല. അല്ലെങ്കിൽ നീ ഒരു വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ അതിൽ വർഗീയതയുണ്ട്. വിഷം പുരുഷെന്ന വാക്കുകൾ, അല്ലെങ്കിൽ അവരുടെ പരിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിച്ച് പറഞ്ഞാൽ അത് അതുകൊണ്ടാണല്ലോ നോബർ ശർമ്മയെ അപ്പം തന്നെ പാർട്ടി തന്നെ ഒഴിവാക്കിയത്. എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. നീ പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പ്രശ്നമാക്കിക്കൊണ്ട് അന്തരീക്ഷം കുളമാണ്. ഇത് പി സി ജോർജിനെ മനഃപൂർവ്വം കുരുക്കിട്ടാവുന്നതാണല്ലോ. അതെ, അദ്ദേഹത്തിനോട് പ്രതികാരം ചെയ്യുന്ന പോലെ ചെയ്ത ഒന്നാണ്. അദ്ദേഹം ചില സത്യങ്ങളൊക്കെ അപ്രിയ സത്യങ്ങൾ തുറന്ന് പറയുന്നതിനെതിരെ സ്വീകരിച്ച ഒരു നിലപാടാണത്. അദ്ദേഹം എല്ലാ കാലത്തും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. നാടാർമാരോടൊപ്പമായിരുന്നു കുറച്ചു നാൾ, അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അത് ആത്മാർത്ഥമായിട്ട് അങ്ങ് ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു കാലത്ത് തന്നെ സ്നേഹിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നോട് കൊടുംചതി പ്രവർത്തിച്ചപ്പോൾ, തന്നെ തോൽപ്പിച്ചപ്പോൾ ഉണ്ടായ വിഷം, ഒരിക്കലും തങ്ങളെ ചതിക്കാത്ത സഹോദരന്മാരാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിനൊരു തകർച്ച ഉണ്ടായപ്പോൾ അതേ വികാരത്തോടു കൂടി അദ്ദേഹം അവർക്കെതിരായിട്ട് ഒരു പാർട്ടിയിൽ ചേർന്നു. അതുപോലെ തന്നെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇവരെ എതിർക്കാൻ, കാരണം അന്നാണ് വർഗീയത വന്നത്. ഇദ്ദേഹത്തിന് തോൽപ്പിച്ചപ്പോഴാണ് വർഗീയത അവിടെ വന്നത്. പി സി ജോർജ് എന്ന മനുഷ്യനെ അവരപ്പോൾ ഒരു മനുഷ്യനായിട്ടല്ല കണ്ടത്, ഇത് തങ്ങളുടെ മത താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത്. അവിടെ വർഗീയവാദത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം അപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കൂടുതൽ വഷളായി സ്ഥിതി, അതാണ് സംഭവിച്ചത്. അത് കൂടുതൽ വഷളാക്കുകയും വർഗീയ തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം പിടിമുറുക്കുകയും ചെയ്തു. കാരണം ഇങ്ങനെയുള്ള ചെറിയ മുറിവുകൾ ചുരണ്ടി വലിയ പഴുക്കുന്ന വ്രണങ്ങളാക്കി മാറ്റുക എന്നുള്ള ഒരു യജ്ഞം, ജിഹാദ് ഏറ്റെടുത്തിരിക്കുന്ന ചില സംഘടനകളുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഫൈസിയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ പുറത്തു വന്ന കാര്യം. PF-നെ സഹായിക്കാൻ വേണ്ടി അവർ കള്ളപ്പണം വിളിപ്പിച്ചതും വെളിനാടുകളിൽ നിന്ന് ഫണ്ട് കൊണ്ടു കൊടുത്തതും. അല്ലേ, അതിപ്പോൾ പിന്നെ പോപ്പുലർ ഫണ്ടും SDPI ഒക്കെ തന്നെയും ബന്ധുക്കളാണല്ലോ. അതെ, അത്ര ശക്തമായപ്പോൾ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെ സ്നേഹം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ അവരിപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ പൂഞ്ഞാറിനെ ഇന്ന് കാണുന്ന പൂഞ്ഞാർ ആക്കിയത് പി സി ജോർജ് ആണ്. പാലയെപ്പോലുള്ള നഗരമാക്കി മാറ്റിയത് അദ്ദേഹം. പക്ഷെ അവർക്കത് കാര്യമില്ല. അവർക്ക് വേണ്ടത് മതം. ഈ മുസ്ലിം സഹോദരന്മാർക്കൊക്കെ തന്നെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർക്ക് സഹായം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെ ഈരാറ്റുപേട്ടയാക്കി മാറ്റിയതിന് പിന്നിൽ അവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ രക്ഷിച്ചതിൻ്റെയും അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തതിൻ്റെയും അവർക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പ്രവേശനം കൊടുത്തതിൻ്റെയും ഒക്കെ കഥകളുണ്ട്. അവരെ എല്ലാവിധത്തിലും ഒരു ഉദ്ഗ്രഥനം അവർക്ക് സംഭവിക്കാൻ പി സി ജോർജ് ഉണ്ടായിരുന്നു എന്നും കൂടെ. ആ പി സി ജോർജ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് അവിടെ വന്നു, സ്വത്വത്തിൻ്റെ രാഷ്ട്രീയം. അതിന് പിന്നിൽ ചില സംഘടനകൾ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സാഹോദര്യത്തെ ശത്രുതയാക്കി മാറ്റാൻ അവിടെ പണമിറക്കിയിട്ടുണ്ട്. തെറ്റായ പാഠങ്ങൾ, സ്റ്റഡി ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. തെറ്റായ മതപഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ബുദ്ധിയിലേക്ക്
ഈ വിഷം കുത്തി ഇറക്കാൻ വലിയ എളുപ്പമാണ്. PC ജോർജ് അവിടെ ഇരുന്ന് വായിലൂടെ പറയുന്നത് പോലല്ല മസ്തിഷ്കത്തിലേക്ക് കുത്തി ഇറക്കിയത്, അത് അവിടെ തന്നെ ഉണ്ടാവും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അപകടം. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PC ജോർജിനെ തോൽപ്പിക്കുക, അവിടെ ആൾക്കാർ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ വിഷം കുത്തി ഇറക്കിയ പിന്നെ രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.